ദുരിത ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട് മലയോരത്ത് ഒരു കൂട്ടം കുടുംബങ്ങൾ. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല രാജീവ് ഗാന്ധി കോളനിയിലെ നിരവധി കുടുംബങ്ങളാണ് അടച്ചുറപ്പില്ലാത്തതും ഏതു നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുള്ളതുമായ വീടുകളിൽ ദുരിത ജീവിതം നയിക്കുന്നത്. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല രാജീവ് ഗാന്ധി കോളനിയിലെ നിരവധി കുടുംബങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ഏതാണ്ട് 30 വർഷം മുൻപ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മിച്ചഭൂമിയിൽ നിർമ്മിച്ചു നൽകിയ 50ഓളം വീടുകളാണ് ഇവിടെയുള്ളത്. വീട് എന്ന് പറയുന്നത് അതിശയോക്തിയാണെന്ന് ഇവിടെ എത്തുന്ന ആർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടും. വെറും 2.5 മീറ്റർ മാത്രം ഉയരവും ഏതാണ്ട് 4 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുള്ളൊരു മുറിയും അതിൻ്റെ 1/4 ഭാഗം മാത്രമുള്ള ഒരു അടുക്കളയും. ഇതിലാണ് ഓരോ കുടുംബവും രാവും പകലും തള്ളി നീക്കുന്നത്. ചിലരൊക്കെ കുടുംബത്തിൽ അംഗസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് തങ്ങളെക്കൊണ്ടാവും പോലെ തകര ഷീറ്റ് കൊണ്ട് മേഞ്ഞ് അല്പം വലിപ്പം വർദ്ധിപ്പിച്ചതാണ് ആകെ വന്ന മാറ്റം. എല്ലാ വീടുകളുടെയും മേൽക്കൂര സിമൻ്റ് അടർന്നു വീണ് തുരുമ്പിച്ച കമ്പികൾ പുറത്തു വന്ന നിലയിലുമാണ്. മഴക്കാലത്ത് ചോർച്ചയും വേനൽക്കാലത്ത് സഹിക്കാനാവാത്ത ഉഷ്ണവും കാരണം രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ പോലും ആവാത്ത തരത്തിലാണ് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിതം കടന്നു പോകുന്നത്. എല്ലാ വീടും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. ഒരാളൊന്നും നല്ലതില്ല. ഇപ്പം ഉണ്ടാക്കി കൊടുത്ത വീട്ടിലാരും താമസവുമില്ല. ഒരിട്ട വീട്ടുകാരേ ഉള്ളൂ താമസം. ഇവിടെ നാല് വീട് ഇപ്പോൾ ഉണ്ടായതുണ്ട്. ആ 4 വീട്ടിൽ ഒരാളേ ഉള്ളൂ താമസം. വേറെ ഒക്കെ വെറുതെ കിടക്കുക. വീടുണ്ടായിക്കോട്ടെ. ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ആവുന്ന വീട് ആക്കി താമസിപ്പിച്ചാൽ തരക്കേടില്ലാന്നുണ്ടായിരുന്നു. താമസയോഗ്യമല്ലാത്തതിനാൽ പലരും ഇവിടം വിട്ടുപോയി മറ്റു സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയാണിപ്പോൾ. ചിലരാകട്ടെ കിട്ടിയ വിലയ്ക്ക് വീട് വിറ്റ് രക്ഷപ്പെടുകയും ചെയ്തു. 50ഓളം വീടുകളിൽ ചിലതിൽ മാത്രമാണ് താമസക്കാരുള്ളത്. ഈ അടുത്ത കാലത്താണ് ഇവരിൽ പലർക്കും പട്ടയം കിട്ടിയത്. വീട് നിൽക്കുന്ന സ്ഥലം 3 സെൻറ്റിന് മുകളിലുണ്ടെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ചിലർക്കെല്ലാം 2.5 സെൻറ്റ് മാത്രമേയുള്ളൂ. അതിനാൽ തന്നെ പലരും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലും ഉൾപ്പെടുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2.5 സെൻറ്റാക്കിയാണ്. ഈ 2.5 സെൻറ്റിൻ്റെ ആധാരം കടലാസും കൊണ്ട് ചെന്നാൽ ഇതിനോട് ഒന്നും നടക്കില്ല എന്ന് ഓല് പറഞ്ഞത്. ഓലാക്കിയത് തന്നെയല്ലേ ഈ 2.5 സെൻറ്റ്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാരെല്ലാവരും വന്ന് വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ അവരെയൊന്നും പിന്നീട് കാണാറില്ലെന്നാണ് ഇവരുടെ പ്രധാന പരാതി. വീടാണെങ്കിൽ ചോർന്നൊലിക്കുക, സീറ്റിടല്ല, ഒരാളും കൂടെ തിരിഞ്ഞു വെക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയും ഇല്ല, ഇവിടുത്തെ മെമ്പറും ഇല്ല. മെമ്പർ ജയിച്ചു പറഞ്ഞാൽ പോയാൽ ഒരു കാര്യത്തിനും വരുന്നില്ല. കോളനിയിലേക്കുള്ള റോഡും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഓട്ടോറിക്ഷ പോലും ഇവിടേക്ക് വരാറില്ല. ഇപ്പോൾ ആ കുറ്റിപ്പാലക്കാല റോഡ് കണ്ടില്ല, വണ്ടിക്കാരും കൂടി കയറാൻ കൂട്ടാക്കില്ല. വല്ല വണ്ടി കേടുവരും പറഞ്ഞു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു നോക്കി, ഒരു ഉപകാരമില്ല. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയല്ലേ. ഭവന നിർമ്മാണ ബോർഡാണോ നഗരസഭയാണോ ആരാണ് തങ്ങളെ ഈ ദുരിതക്കടലിൽ നിന്ന് കരകയറ്റേണ്ടതെന്ന് ഇവർക്കറിയില്ല. വീട് താമസയോഗ്യമായി കിട്ടണം എന്നൊരാവശ്യമേ ഇവർക്കുള്ളൂ. ചോരാത്ത വീടില്ല ഇവിടെ. എല്ലാം പൊട്ടി ഒലിക്കുന്ന ഷീറ്റിട്ട് മൂടിക്കുന്ന വീടാണ്. ഒരു സൗകര്യങ്ങളും ഇല്ല ഞങ്ങൾക്ക് നല്ലൊരു വീടായി കിട്ടണം, അത്ര ഞങ്ങൾക്ക് പറയാം. ഈ ആവശ്യമടങ്ങുന്ന പരാതിയുമായി പലയിടത്തും കയറിയിറങ്ങി ഒടുവിൽ കോളനി നിവാസികളെല്ലാം ഒപ്പിട്ട പരാതി പ്രിയങ്ക ഗാന്ധി MP നൽകി കാത്തിരിക്കുകയാണിവർ. നഗരസഭാ അധികൃതർ തങ്ങളെ അവഗണിക്കുകയാണെന്നാണ് ഇവരുടെ പരാതിയെങ്കിലും നഗരസഭയ്ക്ക് ഇതിൽ പങ്കില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ഭവന നിർമ്മാണ ബോർഡിൻ്റെ അധീനതയിലുള്ള കാര്യത്തിൽ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നത് വാസ്തവവുമാണ്. അതേസമയം മുൻപ് തന്നെ അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ച് അവിടെയുള്ളവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും കോളനി നിവാസികൾ തയ്യാറായിരുന്നില്ലെന്നും ഇനിയും അവർ തയ്യാറാവുകയാണെങ്കിൽ ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. രാജീവ് ദർശനം കോളനിയിൽ 50ഓളം വീടുകളാണ് അന്ന് ഭവന നിർമ്മാണ ബോർഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ 2024 ആയപ്പോൾ തന്നെ അതിൽ പകുതിയിലേറെ ആളുകൾ അല്ല അവിടെ താമസിക്കുന്നത് ഇപ്പോൾ. എന്നാൽ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഒരു സ്ഥലമായുണ്ട്. ഇപ്പോൾ റോഡ് പോലും നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് റോഡ് ടാറിങ് ചെയ്യുന്നതിന് വേണ്ടി അവർ വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ കോളനിയിലെ ആളുകളുമായി അവിടുത്തെ രാജീവ് കോളനിയിലെ നിവാസികളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണും. പക്ഷേ അവിടെ ആളുകൾ അതിനൊരു വൈമുഖ്യം കാണിച്ചു. അതുകൊണ്ട് അവിടെ നിലവിൽ ഈ 50 കുടുംബങ്ങൾക്കും താമസിക്കാൻ നല്ലൊരു ഫ്ലാറ്റ് സമുച്ചയമാണ് നല്ലത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക്. എന്നാൽ രാജീവ് കോളനിയിലെ നിവാസികളുടെ അവിടെ താമസവും ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരമാണ്. അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ക്യാമറാമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം വിനോദ് നിസരി CTV പ്രാദേശിക വാർത്ത.